രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കം വരാതെ നിങ്ങൾ എപ്പോഴെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടുണ്ടോ? നാളത്തെ ദിവസത്തെക്കുറിച്ചുള്ള ഭയം, തീർക്കാനാവാത്ത സാമ്പത്തിക ബാധ്യതകൾ, ആർക്കും മനസ്സിലാകാത്ത മാനസിക പ്രയാസങ്ങൾ, കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം, ഇതൊക്കെയാണോ ഇന്ന് നിങ്ങളുടെ ചിന്തകളെ വേട്ടയാടുന്നത്? എങ്കിൽ ഈ സന്ദേശം ഒഴിവാക്കരുത്. ഇത് നിങ്ങൾക്കായി ദൈവമൊരുക്കിയ ഒരു ഉത്തരമായിരിക്കാം. വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക. ഏകദേശം 30 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യതയിൽപ്പെട്ട് വഴിയറിയാതെ നിന്ന ഒരു കുടുംബമുണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളോടെ തുടങ്ങിയ ബിസിനസ് തകർന്നു. എവിടെ തിരഞ്ഞാലും അടഞ്ഞ വാതിലുകൾ മാത്രം. സഹായിക്കുമെന്ന് അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഓരോരുത്തരായി കൈയൊഴിഞ്ഞു. അവരുടെ ഫോൺ കോളുകൾ പോലും പലരും എടുക്കാതെയായി. ആരും ഒരു സഹായത്തിനും ഉണ്ടായിരുന്നില്ല. ആ ഗൃഹനാഥൻ ആകെ തളർന്നുപോയി. എന്നാൽ ആ കടുത്ത നിരാശയുടെ ഇരുട്ടിൽ അവന്റെ ഭാര്യ ഒരു കാര്യം മാത്രം മുറുകെ പിടിച്ചു: ദൈവവചനം. മനുഷ്യർ കൈവിട്ടാലും ദൈവം കൈവിടില്ല എന്ന വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ചും കുടുംബങ്ങളുടെ സങ്കീർത്തനം എന്നറിയപ്പെടുന്ന ബൈബിളിലെ 128-ാം സങ്കീർത്തനം അവർ കുടുംബമായി ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണീരോടെ അവർ ദൈവത്തോട് നിലവിളിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം ആ ഗൃഹനാഥന്റെ ഫോൺ ശബ്ദിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം സാമ്പത്തികമായി സഹായിച്ച, ഇപ്പോൾ വിദേശത്തുള്ള ഒരു പഴയ സുഹൃത്തായിരുന്നു അത്. ഈ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മറ്റാരോ വഴി അറിഞ്ഞ ആ സുഹൃത്ത് തന്റെ പഴയ ഉപകാരിയെ മറന്നില്ല. അവൻ പറഞ്ഞു: "നീ വിഷമിക്കേണ്ട, നിന്റെ കടങ്ങൾ ഞാൻ തീർക്കാം. മക്കളുടെ പഠന ചെലവുകൾ ഞാൻ ഏറ്റെടുക്കാം." ആ കുടുംബത്തിന്റെ കണ്ണുനീർ സന്തോഷത്തിന് വഴിമാറി. മനുഷ്യർ മുഖം തിരിച്ചപ്പോൾ ദൈവം അവർക്കായി അടയാത്തൊരു വാതിൽ തുറന്നുകൊടുത്തു. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോൾ ഉത്തരം ലഭിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റൊരു ചെറിയ സംഭവം കൂടി പറയാം. ഒരു യുവാവ് തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വാച്ച് കാണാതെ വളരെ വിഷമിച്ചു. വീട് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും അത് കിട്ടിയില്ല. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. കടുത്ത മാനസിക പ്രയാസങ്ങളും ബിസിനസ്സിലെ തകർച്ചകളും കാരണം അയാൾ ആകെ തളർന്ന ഒരു ദിവസം മേശപ്പുറത്തിരുന്ന പൊടി പിടിച്ച ബൈബിൾ അയാളോട് ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി അയാൾ ആ ബൈബിൾ തുറന്നു. അത്ഭുതമെന്ന് പറയട്ടെ, അവൻ മാസങ്ങളായി തിരഞ്ഞുകൊണ്ടിരുന്ന ആ വാച്ച് ആ ബൈബിളിനുള്ളിലുണ്ടായിരുന്നു. ഇതിനർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? കഴിഞ്ഞ 6 മാസമായി അവൻ ആ ബൈബിൾ ഒന്ന് തൊട്ടു നോക്കിയിട്ട് പോലുമില്ല. ഇന്ന് നമ്മുടെ വീടുകളിലെ അവസ്ഥയും ഇതുതന്നെയാണോ? നാം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടാകാം. എന്നാൽ ജീവനുള്ള വചനം വായിക്കാൻ നാം മറന്നുപോകുന്നുണ്ടോ? ബൈബിൾ നമ്മുടെ വീടുകളിൽ ഒരു അലങ്കാര വസ്തുവായി മാറിയോ? നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടാൻ വേറെ കാരണം അന്വേഷിക്കേണ്ടതുണ്ടോ? സങ്കീർത്തനം 128 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്ന ഏതൊരാളും ഭാഗ്യവാൻ. നിന്റെ അധ്വാനത്തിന്റെ ഫലം നീ അനുഭവിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ ഒരു മല തന്നെ ഉണ്ടാകാം. താങ്ങാനാവാത്ത കടബാധ്യതകൾ ഉണ്ടാകാം. എന്ത് ചെയ്യണമെന്നറിയാതെ നിരാശകൾ ഉണ്ടാകാം. എന്നാൽ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ ബൈബിളിലെ 128-ാം സങ്കീർത്തനം വായിക്കുക. നിങ്ങളുടെ കുടുംബത്തിനായി ഒരുമിച്ച് പ്രാർത്ഥിക്കുക. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നിങ്ങൾക്കായി അടഞ്ഞ വാതിലുകൾ ദൈവം തുറക്കും. നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി അവിടുന്ന് നൽകും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.